Good afternoon. Good afternoon, ma'am. Okay, Avani, good afternoon, Akshaya. Okay. Avani കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ കുറച്ച് ദിവസമായി നോക്കുന്നു കണ്ടിട്ട്. Good afternoon, ma'am. Okay, Nini. ഇല്ലായിരുന്നോ? ഓക്കെ ഓക്കെ ശരി. ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? ഫുഡ് കഴിഞ്ഞ എല്ലാവരുടെയും കഴിഞ്ഞു. ഓക്കെ. അവനീന്നാണല്ലേ? ഓക്കെ, ഞാൻ അവനീന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അവനി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്റ്റോക്ക് രജിസ്റ്ററിനെ പറ്റിയിട്ടായിരുന്നു കേട്ടോ. ഷെയർ സ്റ്റോക്ക് രജിസ്റ്ററും അതുപോലെ തന്നെ ഇൻവെന്ററി സ്റ്റോക്ക് രജിസ്റ്ററും രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ ടെക്സ്റ്റ് ബുക്കിന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല, രണ്ടും ഇടകലർത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഷെയർ സ്റ്റോക്ക് രജിസ്റ്ററിനെ പറ്റിയും അവിടെ പറയുന്നുണ്ട്, ഇൻവെന്ററി സ്റ്റോക്ക് രജിസ്റ്ററിനെ പറ്റി അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ അത്രയും ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? ഓക്കെ, വായിച്ചു നോക്കിയോ? എടുത്ത ഭാഗം വരെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്താണ് ഒരു റെസ്പോൺസ് ഇല്ലാതിരിക്കുന്ന ആരും വായിച്ചു നോക്കിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്, നമ്മൾ സ്റ്റോക്ക് രജിസ്റ്റർ എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലെ. അതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ കൊണ്ട് അല്ലെ, ഇൻവെന്ററി സ്റ്റോക്ക് രജിസ്റ്ററിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതുകൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്, അതുപോലെ ഷെയർ സ്റ്റോക്ക് രജിസ്റ്റർ കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് സ്റ്റോക്ക് രജിസ്റ്റർ ഇൻ ഹോസ്പിറ്റൽ. വാട്ട് ഈസ് സ്റ്റോക്ക് രജിസ്റ്റർ ഇൻ ഹോസ്പിറ്റൽ. നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റലിനെ ബന്ധപ്പെടുത്തിയിട്ടായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തായിരിക്കും? ഒരു ഹോസ്പിറ്റലിലെ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? ആ ഹോസ്പിറ്റലിലേക്കുള്ള സാധനങ്ങള് അല്ലെ, ഈ പറയുന്ന മറ്റ് സപ്ലൈസ്, മെറ്റീരിയൽസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡിങ് മെഡിസിൻസ് ഉൾപ്പെടെ അല്ലെ, അവയെല്ലാം തന്നെ അതിന്റെ മൂവ്മെന്റ്സുകളൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു റെക്കോർഡാണ് ഇത് ഹോസ്പിറ്റലിലെ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന സ്റ്റോക്ക് രജിസ്റ്ററുകള് എന്തിനൊക്കെയാണ് സഹായിക്കുന്നത് കേട്ടോ, അതാണ് അവിടെ പറയുന്നത്. അതൊരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് കേട്ടോ. ഹോസ്പിറ്റലിലെ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും പേപ്പർ വർക്ക് പോലെയല്ല, അതൊരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് അവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. അവിടെ എന്ത് സോഫ്റ്റ്വെയർ സംവിധാനമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ സപ്ലൈസ്, അതുപോലെ മറ്റ് മെഡിസിൻസുകള് അല്ലെ, അതിന്റെയൊക്കെ മൂവ്മെന്റ്സ്, പിന്നെ ഈ പറയുന്ന എക്യുപ്മെന്റ്സുകള്, മറ്റു പല ഇൻസ്ട്രുമെന്റ്സുകള് അല്ലെ, അതിന്റെയൊക്കെ മൂവ്മെന്റ്സുകള് ട്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഹോസ്പിറ്റലിലെ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. This software notifies the clinics, hospitals and doctors about the stock available, which helps them reload from time to time, thereby allowing doctors
to prescribe the patients with the right medicines. This in turn allows a smooth functioning, avoiding disputes and waiting hours. Okay. അപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞാല് ആ ഹോസ്പിറ്റലിൽ ലഭ്യമായിട്ടുള്ള മരുന്നുകള്, അതുപോലെ മറ്റ് സപ്ലൈസുകള്, പിന്നെ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന എല്ലാ അവശ്യ വസ്തുക്കളും തന്നെ അത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിനെ സഹായിക്കുന്നത് അവിടുത്തെ സ്റ്റോക്ക് രജിസ്റ്റർ ആണ്. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, അത് ഈ പറയുന്ന ഡോക്ടേഴ്സിനായിക്കോട്ടെ, ക്ലിനിക്കുകൾക്കായിക്കോട്ടെ, ഈ പറയുന്ന ആശുപത്രികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ഒരു സ്റ്റോക്ക് രജിസ്റ്ററിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതായത് നിലവിലെ സ്റ്റോക്ക് ലെവലുകള്, ഈ പറയുന്ന വസ്തുക്കളുടെയൊക്കെ നിലവിലെ സ്റ്റോക്ക് ലെവലുകളെ പറ്റിയിട്ട് ഹോസ്പിറ്റലുകൾക്കും ക്ലിനിക്കുകൾക്കും ഡോക്ടേഴ്സിനും മറ്റു മെഡിക്കൽ സ്റ്റാഫുകൾക്കും ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ അത് കൊടുക്കുന്നുണ്ട് അല്ലെ. സ്റ്റോക്ക് രജിസ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിലൂടെ നമുക്ക് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള് കുറേയും കൂടെ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ എന്താണ്, ഡോക്ടേഴ്സിനാണെങ്കിൽ അവരുടെ പേഷ്യൻസിന്, അവരുടെ രോഗികൾക്ക് ശരിയായ മരുന്നുകള് ശരിയായ സമയത്ത് അവർക്ക് നിർദ്ദേശിക്കാനായിട്ട് കഴിയും. കാരണം നമ്മൾ സ്റ്റോക്ക് ലെവൽ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകണം അല്ലെ. ആ സ്റ്റോക്ക് ലെവൽ അനുസരിച്ചിട്ടാണ് നമ്മൾ പലത് മരുന്നുകളായാലും മറ്റ് സപ്ലൈസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിസ്ക്രൈബ് ചെയ്യുന്നതും മറ്റും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് അവരുടെ പേഷ്യൻസിന് ശരിയായ മരുന്നുകൾ ശരിയായ സമയത്ത് അതിലൂടെ അവർക്ക് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും അല്ലെ. പിന്നെ എന്താണ്, ദിസ് ഇന്റേൺ അലൗസ് എ സ്മൂത്ത് ഫങ്ഷനിങ് അല്ലെ. അത് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം കുറെ കൂടെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്. അവോയ്ഡിങ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് വെയിറ്റിംഗ് അവേഴ്സ്. അതുപോലെ നമ്മൾ സ്റ്റോക്ക് ലെവലുകളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് രജിസ്റ്റർ നോക്കിയാൽ മനസ്സിലാവും അല്ലെ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവനക്കാർക്ക് കൃത്യമായിട്ട് സ്റ്റോക്ക് റീലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റോക്ക് തീരുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് ഓർഡർ കൊടുത്ത് സ്റ്റോക്കുകൾ കൊണ്ട് റീലോഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ഈ പറയുന്ന ക്ഷാമം ഒഴിവാക്കാനായിട്ട് സാധിക്കും അല്ലെ. അതിലൂടെ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ടുകൾ, നമ്മളൊരു അത്യാവശ്യമായിട്ടുള്ള എമർജൻസി മെഡിസിൻസ് അത് സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് പല ഡിസ്പ്യൂട്ടുകൾക്കും വഴിയൊരുക്കും അല്ലെ. സാധനങ്ങൾ തീർന്നു പോകാൻ, ആവശ്യത്തിന് പോലെ മരുന്നുകൾ കിട്ടാത്ത അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെ പ്രശ്നമാണ് അല്ലെ. അതുമൂലം എന്താണ് പല ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡിസ്പ്യൂട്ടുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. വെയിറ്റിംഗ് അവേഴ്സ് അവിടെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ. അപ്പൊ അതൊന്നുമില്ല, ജനറൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഒരു ഹോസ്പിറ്റലിലെ സ്റ്റോക്ക് രജിസ്റ്റർ എന്തിനൊക്കെയാണ് ഹെൽപ്ഫുൾ ആവുന്നത് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെ ലഭ്യമായിട്ടുള്ള മരുന്നുകള്, സപ്ലൈസ്, മറ്റ് അവശ്യ വസ്തുക്കളുടെയൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സ്റ്റോക്ക് രജിസ്റ്റർ സഹായിക്കുന്നുണ്ട്. അതുപോലെ നിലവിലെ സ്റ്റോക്ക് ലെവലുകളെ പറ്റിയിട്ട് ഡോക്ടേഴ്സിനായിക്കോട്ടെ, ക്ലിനിക്കുകൾക്കായിക്കോട്ടെ, ആശുപത്രികൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ സ്റ്റോക്ക് രജിസ്റ്ററിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഡോക്ടേഴ്സിന് അവരുടെ പേഷ്യൻസിന് ശരിയായ മരുന്നുകൾ ശരിയായ സമയത്ത് അവർക്ക് നിർദ്ദേശിക്കാൻ സാധിക്കും. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ കുറേയും കൂടെ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ജീവനക്കാർക്കാണെങ്കിൽ ആ സ്റ്റോക്ക് അല്ലെ, സ്റ്റോക്ക് കറക്റ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, റീലോഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പൊ അങ്ങനെ സാധനങ്ങളുടെ ഈ പറയുന്ന അവൈലബിൾ അല്ലാത്ത സാഹചര്യങ്ങളിൽ വരുന്ന ഡിസ്പ്യൂട്ടുകളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഒരു ഹോസ്പിറ്റലിൽ സ്റ്റോക്ക് രജിസ്റ്റർ എന്തിനൊക്കെയാണ് സഹായിക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയോ നിങ്ങള്? ഒന്ന് നോക്കി. ദിസ് സോഫ്റ്റ്വെയർ നോട്ടിഫൈസ്, ഇതൊരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് കേട്ടോ. ഓക്കെ, ദിസ് സോഫ്റ്റ്വെയർ നോട്ടിഫൈസ് ദ ക്ലിനിക്സ്, ഹോസ്പിറ്റൽ ആൻഡ് ഡോക്ടേഴ്സ് about the stock available, which helps them reload from time to time, thereby allowing doctors to prescribe the patients with the right medicines. This in turn allows a smooth functioning, avoiding disputes and waiting hours. Okay, clear ആയല്ലോ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ. അടുത്തത്, how does hospital
മെയിൻറ്റെയിൻ സ്റ്റോക്ക് കേട്ടോ. എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റല് അവിടുത്തെ സ്റ്റോക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ? ഹോസ്പിറ്റൽ അതിന്റെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് രീതിയിലാണ് കേട്ടോ? ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക കേട്ടോ. നോക്കുക, പ്രോപ്പർ ഹോസ്പിറ്റൽ ഇൻവെന്ററി മാനേജ്മെന്റ് ക്യാൻ ബി ട്രിക്കി. Administrators and healthcare supply chain professionals must make sure their facilities have enough products to meet the demand from doctors and nurses, but not too much that it negatively impacts the hospital's budget or takes up too much space. അതായത് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാനേജ്മെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈസി ആയിട്ട് അത് മാനേജ് ചെയ്യാന്നുള്ളത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ. ഇൻവെന്ററി മാനേജ്മെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോ ഇതിൽ പറയുന്നത് നമ്മുടെ ഒരു ഹോസ്പിറ്റലില് ഈ ഡോക്ടേഴ്സ് അതുപോലെ തന്നെ നഴ്സസ് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള എല്ലാ ഫെസിലിറ്റികളും അതുപോലെ തന്നെ പ്രോഡക്റ്റുകളും അവിടെ ഉറപ്പുവരുത്തേണ്ടത് അഡ്മിനിസ്ട്രേറ്റർമാരുടെയും അതുപോലെ ഹെൽത്ത് ചെയിൻ പ്രൊഫഷണൽസിന്റെയും റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അവരാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഒരു ഹോസ്പിറ്റലിൽ അവര് പ്രവർത്തിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഡോക്ടേഴ്സിനായിക്കോട്ടെ, അവിടെ പ്രവർത്തിക്കുന്ന നഴ്സസ്, മറ്റനുബന്ധ മെഡിക്കൽ ജീവനക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വേണ്ട എല്ലാ ഫെസിലിറ്റികളും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും അവിടെ ഉറപ്പുവരുത്തേണ്ടത് അഡ്മിനിസ്ട്രേറ്റർമാരുടെയും ഹെൽത്ത് ചെയിൻ പ്രൊഫഷണൽസിന്റെയും അവരുടെയും കൂടെ ഒരു ആവശ്യമാണ്, അവരുടെയും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. പക്ഷെ ഒരു കാരണവശാലും എന്താവരുത്, but not too much that it negatively impacts the hospital budget. ഒരു കാരണവശാലും ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റിനെ പ്രതികൂലമായിട്ട് ബാധിക്കാനായിട്ട് പാടില്ല. അതായത് ബഡ്ജറ്റ് ഒരിക്കലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഇൻവെന്ററി മാനേജ്മെന്റ് നടത്തേണ്ടത്. ഒരിക്കലും നമ്മുടെ ബഡ്ജറ്റിനെ പ്രതികൂലമായിട്ട് ബാധിക്കരുത്. ഇത് മാത്രമല്ല ടേക്സ് അപ്പ് ടു മച്ച് സ്പേസ് കേട്ടോ. അതുപോലെ ഈ പറയുന്ന പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ, നമ്മളിത് സപ്ലൈസുകൾ മറ്റുമൊക്കെ വാങ്ങുമ്പോൾ നമുക്കത് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരുപാട് സ്പേസ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. കാരണം നമുക്കൊരു സ്റ്റോറേജിന് നമുക്ക് വലിയൊരു കോസ്റ്റ് ചെലവാക്കേണ്ടതായിട്ട് വരും. അത് സാമഗ്രികളൊക്കെ വാങ്ങുമ്പോൾ അത് കേടുകൂടാതെ അത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് സൂക്ഷിക്കണമെങ്കിൽ അത്യാവശ്യം നമുക്ക് സ്പേസും കാര്യങ്ങളൊക്കെ വേണം അല്ലെ. അതിനൊക്കെ സ്റ്റോറേജ് കപ്പാസിറ്റി വേണം, സ്റ്റോറേജ് കോസ്റ്റ് വേണ്ടി വരും. അപ്പൊ പരമാവധി എന്ത് ചെയ്ത് ഒരുപാട് സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തില് നമ്മൾ ഓർഡർ ചെയ്യാൻ പാടില്ല. മനസ്സിലായത്? ആ രീതിയിലായിരിക്കണം ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് അവിടെ നടത്തേണ്ടത് കേട്ടോ. അപ്പൊ നോക്കാം, ഹിയർ ആർ 7 helpful tips for hospital administrators who want to ensure that they can improve the efficiency of their inventory management while keeping a handle on their supply cost. അപ്പോ ഈ പറയുന്ന സപ്ലൈ കോസ്റ്റ് ഉണ്ടല്ലോ, വിതരണ ചെലവ്, ഈ സപ്ലൈ കോസ്റ്റിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്കൊരു ഇൻവെന്ററി മാനേജ്മെന്റ് അഥവാ സ്റ്റോക്ക് മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഫോളോ ചെയ്യാവുന്ന 7 മെത്തേഡുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത് പഠിക്കുന്നതും അത് തന്നെയാണ്, ഹോസ്പിറ്റൽ എങ്ങനെയാണ് അതിന്റെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനായിട്ട് ഫോളോ ചെയ്യാവുന്ന 7 മെത്തേഡുകളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോ എന്തൊക്കെയാണ് ആ 7 മെത്തേഡുകൾ? ജസ്റ്റ് നമുക്ക് അതിന്റെ ഹെഡിങ്സ് ഒക്കെ ഒന്ന് വായിക്കാം. നിങ്ങൾ പഠിക്കേണ്ടതും അത് തന്നെയാണ് കേട്ടോ. അതിന്റെ ആ ഒരു പോയിന്റ്സുകളൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഫസ്റ്റ് വൺ എന്താണ്? കളക്ട് ഡാറ്റ ഫ്രം ദ സപ്ലൈ ചെയിൻ കേട്ടോ. കളക്ട് ഡാറ്റ ഫ്രം സപ്ലൈ ചെയിൻ. Second point, assign team responsibilities clearly. Third point, frequently analyze usage versus order frequency. Fourth one, organize the supply room more efficiently. அடுத்தது, consider new hospital inventory management technology. Then improve record keeping. Seventh one, adopt a lean strategy. 7 മെത്തേഡുകളാണ്, 7 ടിപ്സുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിലെ സ്റ്റോക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഇൻവെന്ററി മാനേജ്മെന്റിന് ഫോളോ ചെയ്യാവുന്ന 7 മെത്തേഡുകളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഓരോന്നും എന്താണെന്നുള്ളത് മനസ്സിലാക്കി പോകാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, കളക്ട് ഡാറ്റ ഫ്രം ദ സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിനിൽ നിന്നും ഡാറ്റകൾ കളക്ട് ചെയ്യാം. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ആദ്യം തന്നെ എന്താണ് ഈ സപ്ലൈ ചെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സപ്ലൈ ചെയിൻ പ്രൊഫഷണൽസ് എന്നൊക്കെ പറഞ്ഞു അല്ലെ.
എന്താണ് സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാല്? നമ്മൾ ഈ പറയുന്ന സപ്ലയേഴ്സ്, അതുപോലെ മാനുഫാക്ചേഴ്സ്, പിന്നെന്താണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, റീറ്റെയിലർമാര്, ഇവരെല്ലാവരും ഉൾപ്പെടുന്ന ഒരു നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ, ഒരു ടീം ഓഫ് പീപ്പിൾ, ഒരു ടീം, അവരെയാണ് നമ്മൾ ഇവിടെ സപ്ലൈ ചെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാര്യം മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ തന്നെ ഭാഗമാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലയർമാരും ഡിസ്ട്രിബ്യൂട്ടേഴ്സും മാനുഫാക്ചർമാരും റീറ്റെയിലർമാരും ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ ആണ് എന്ത് സപ്ലൈ ചെയിൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ സപ്ലൈ ചെയിനിൽ നിന്നും ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം? ഡാറ്റകൾ കളക്ട് ചെയ്യണം. ഹോസ്പിറ്റൽ മസ്റ്റ് കളക്ട് ദ ഡാറ്റ ഫ്രം ദ സപ്ലൈ ചെയിൻ. എങ്ങനെയുള്ള ഡാറ്റകളാണ് കളക്ട് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ഡാറ്റകളാണ് കളക്ട് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് സപ്ലൈസ് ആർ യൂസ്ഡ്, എങ്ങനെയുള്ള സപ്ലൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹൗ മച്ച് ഈസ് യൂസ്ഡ്, ഹൗ മച്ച് ഈസ് യൂസ്ഡ്, എത്ര സപ്ലൈസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഓക്കെ. അതുപോലെ എത്ര സപ്ലൈസ് ആർ നീഡഡ്, എപ്പോഴൊക്കെയാണ് നമുക്ക് സാധനങ്ങൾ ആവശ്യമായിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സപ്ലൈ ചെയിനിൽ നിന്ന് കളക്ട് ചെയ്യണം. ഓക്കെ, അതായത് കളക്ട് ഡാറ്റ എന്ന് പറയുന്നത്. സപ്ലൈ ചെയിനിൽ നിന്ന് ഹോസ്പിറ്റലിൽ ഡാറ്റകൾ കളക്ട് ചെയ്യണം. അപ്പൊ എങ്ങനെയുള്ള ഡാറ്റകളാണ് കളക്ട് ചെയ്യേണ്ടത്? വാട്ട് സപ്ലൈസ് ആർ യൂസ്ഡ്, ആ ഹോസ്പിറ്റലിൽ എങ്ങനെയുള്ള സപ്ലൈസ് ആണ് ഉപയോഗിക്കുന്നത്, ഹൗ മച്ച് ഈസ് യൂസ്ഡ്, എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്, വെൻ ദ സപ്ലൈസ് ആർ നീഡഡ്, എപ്പോഴൊക്കെയാണ് സപ്ലൈസ് ആവശ്യമായിട്ടുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ ഡാറ്റകളും നമ്മൾ സപ്ലൈ ചെയിനിൽ നിന്നും എന്ത് ചെയ്തിരിക്കണം? കളക്ട് ചെയ്തിരിക്കണം. കാര്യം എന്താണെന്നറിയോ? ആ ഡാറ്റ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിലെ ഇൻവെന്ററി മാനേജ്മെന്റ് വളരെ ചീപ്പർ ആയിട്ടും കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഡാറ്റ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിലെ ഇൻവെന്ററി മാനേജ്മെന്റ് വളരെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറെ കൂടി ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് നമ്മുടെ പറഞ്ഞത്. അത്രയേ ഉള്ളൂ കേട്ടോ. വായിക്കാം. ഫെയിലിംഗ് ടു യൂസ് സപ്ലൈ ചെയിൻ ഡാറ്റ ക്യാൻ റിസൾട്ട് ഇൻ ബില്യൺസ് ഓഫ് വേസ്റ്റ് ഡോളേഴ്സ്. നമ്മള് സപ്ലൈ ചെയിൻ ഡാറ്റകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അതായത് സപ്ലൈ ചെയിനിൽ നമ്മൾ ഡാറ്റകൾ കളക്ട് ചെയ്യുന്നില്ല, നമ്മൾ ആ ഡാറ്റകൾ ഉപയോഗിക്കുന്നില്ല എന്ന് വിചാരിക്കും. അങ്ങനെ ഉപയോഗിച്ച് ഇല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു പണച്ചെലവ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ബില്യൺസ് ഓഫ് വേസ്റ്റ് ഡോളേഴ്സ്. ഭയങ്കരമായിട്ട് നമുക്ക് എന്തുണ്ടാവും? പണനഷ്ടം ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. ഇൻസ്റ്റന്റ് യൂസ് ദിസ് ഡാറ്റ ടു ഡിറ്റർമിൻ if your inventory management is a cost effective as it could be. അതേസമയം നമ്മൾ ഈ ഡാറ്റ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇൻവെന്ററി മാനേജ്മെന്റ്, ഹോസ്പിറ്റലിലെ സ്റ്റോക്ക് മാനേജ്മെന്റ് കുറെ കൂടി ചീപ്പർ ആയിട്ട്, കുറെ കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി എന്താ ഇവിടെ പറയുന്നത്? While supply data has been siloed in the past, more organizations are looking to build IT systems that use value-based reimbursement models according to a 2016 Black Book survey. അവിടെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലായോ? അതായത് പണ്ടത്തെ രീതിയിൽ, അതായത് നമ്മുടെ ഒരു ഓൾഡ് വേയില് പണ്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സപ്ലൈസ് വാങ്ങുമ്പോൾ അവിടെ സപ്ലൈ കോസ്റ്റിന് മാത്രമാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തിരുന്നത്. അതായത് പർച്ചേസ് കോസ്റ്റിന് മാത്രമാണ് അവിടെ പ്രാധാന്യം കൊടുത്തത്. സപ്ലൈസിന്റെ കോസ്റ്റിന് മാത്രമാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. കോസ്റ്റ് കുറവ് സപ്ലൈസ് നമുക്ക് എവിടെ നിന്ന് കിട്ടുമോ അത് നമ്മൾ പർച്ചേസ് ചെയ്യും. അങ്ങനെയായിരുന്നു പണ്ടത്തെ രീതി. പണ്ട് അങ്ങനെയായിരുന്നു, മനസ്സിലായോ? പക്ഷെ പിന്നീട് കൂടുതൽ ഓർഗനൈസേഷൻസുകൾ അവര് ഈ പറയുന്ന IT സിസ്റ്റംസുകളൊക്കെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്? വാല്യൂ ബേസ്ഡ് റീഇൻവെസ്റ്റ്മെന്റ് മോഡൽ. വാല്യൂ ബേസ്ഡ് റീഇൻവെസ്റ്റ്മെന്റ് മോഡൽ എന്ന് പറഞ്ഞാൽ പേയിങ് ഫോർ ദ ഔട്ട്കംസ്, നോട്ട് ജസ്റ്റ് ഫോർ സപ്ലൈസ്. അതായത് നമ്മള് സപ്ലൈ കോസ്റ്റിന് മാത്രമല്ല അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, അതിന്റെ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ ആ നമ്മൾ വാങ്ങുന്ന സപ്ലൈസിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, അത് പേഷ്യന്റ് കെയറിൽ എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്, അതിന്റെ ഔട്ട്കംസിനനുസരിച്ച് കൊണ്ട് പേ ചെയ്യാനായിട്ട് തുടങ്ങി. പണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നും നോക്കുന്നില്ല. നമ്മൾ സപ്ലൈസിന്റെ അതിന്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടോ അതൊന്നും പരിഗണിക്കുന്നില്ല. ഓൾറെഡി നമ്മൾ ഇത് മാത്രമേ ഫോക്കസ് ചെയ്തിരുന്നുള്ളൂ. സപ്ലൈയുടെ കോസ്റ്റിന് മാത്രമാണ് നമ്മൾ ഫോക്കസ് കൊടുത്തത്. കോസ്റ്റ് എവിടെ കുറഞ്ഞു കിട്ടുന്ന സാധനങ്ങൾ അത് വാങ്ങുന്നു. ചിലപ്പോൾ അതത്ര ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല, വേണ്ടത്ര റിസൾട്ട് തരുന്നതാവില്ല. അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുമായിരുന്നില്ല. ഓൺലി സപ്ലൈ കോസ്റ്റിന് മാത്രമായിരുന്നു ഫാസ്റ്റില് ഫോക്കസ് ചെയ്തിരുന്നത്. രീതി അങ്ങനെയായിരുന്നു. പിന്നീട് എന്താണ് മാറ്റങ്ങൾ വന്നു. ഓർഗനൈസേഷൻസുകളൊക്കെ കൂടുതൽ IT സിസ്റ്റംസുകളൊക്കെ ഡെവലപ്പ് ചെയ്തു. എന്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്? വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള റീഇൻവെസ്റ്റ്മെന്റ് മോഡൽ. ദാറ്റ് മീൻസ് പേയിങ് ഫോർ ദ ഔട്ട്കംസ്.
സപ്ലൈസിന്റെ ഫലങ്ങൾ, അതിന്റെ ക്വാളിറ്റി, അതിന്റെ റിസൾട്ടിന് അനുസരിച്ച് പേ കൊടുക്കാൻ. നല്ല റിസൾട്ട് തരുന്നതിന് നല്ല റിസൾട്ട് തരുന്ന സപ്ലൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വില കൊടുത്ത് അവർ വാങ്ങാനായിട്ട് തുടങ്ങി. നോട്ട് ജസ്റ്റ് സപ്ലൈ കോസ്റ്റിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് അവിടെ മാറി എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ 2016 ബ്ലാക്ക് ബുക്ക് സർവേ കേട്ടോ, ബ്ലാക്ക് ബുക്ക് സർവേ 2016 അന്ന് തൊട്ടാണ് ഇങ്ങനെ ഒരു മാറ്റം വരാനായിട്ട് തുടങ്ങിയത്. അപ്പൊ യൂസിങ് ദീസ് വാല്യൂ ബേസ്ഡ് മോഡൽസ്, ഓർഗനൈസേഷൻ ക്യാൻ മോർ ആക്യുറേറ്റ്ലി ലിങ്ക് സപ്ലൈസ് നീഡഡ് ആൻഡ് പേഷ്യന്റ് ഔട്ട്കംസ്. അപ്പൊ ഇങ്ങനെ വാല്യൂ ബേസ്ഡ് മോഡൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഓർഗനൈസേഷൻസുകൾക്ക് ഈ സപ്ലൈസുകളുടെ ആവശ്യമായിട്ടുള്ള സപ്ലൈസുകളും പേഷ്യന്റിന്റെ ഔട്ട്കംസ്, പേഷ്യന്റ് കെയറിൽ അതിനുണ്ടാക്കുന്ന റിസൾട്ടുമായിട്ട് കുറെ കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി. എന്ന് വെച്ചാൽ പേഷ്യന്റ് കെയറിൽ അല്ലെങ്കിൽ പേഷ്യൻസിന് ഏറ്റവും നല്ല റിസൾട്ട് കൊടുക്കുന്ന, നല്ലൊരു എന്താ പറയാ ഔട്ട്കം കൊടുക്കുന്ന തരത്തിലുള്ള സപ്ലൈസുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. ഇതാണ് അവിടെ പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ഒരു ഇൻവെന്ററി മാനേജ്മെന്റിനെ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് എന്ത്, കളക്ട് ദ ഡാറ്റ ഫ്രം ദ സപ്ലൈ ചെയിൻ. ഹോസ്പിറ്റൽ മസ്റ്റ് കളക്ട് ദ ഡാറ്റ ഫ്രം ദ സപ്ലൈ ചെയിൻ. ഓക്കെ, ആ ഒരു ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിലെ ഇൻവെന്ററി മാനേജ്മെന്റ് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? പോയിന്റുകളൊന്നും മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, വായിച്ചു നോക്കി. Collect the data from supply chain. Failing to use supply chain data can result in billions of wasted dollars. നമ്മൾ ആ ഡാറ്റ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പണനഷ്ടം ഉണ്ടാവും കേട്ടോ. Instead, use this data to determine if your inventory management is a cost effective and effective. While supply data has been siloed in the past, more organizations are looking to build IT systems that use the value-based reinvestment model, according to 2016 Black Book survey. Okay, using these value-based models, organization can more accurately link the supplies needed and patient outcome. Patient outcomes, so ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസിലേക്ക് കുറെ കൂടെ കണക്ട് ചെയ്യാനായിട്ട് അതിലൂടെ സാധിച്ചു. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് assign the team responsibilities clearly. അതായത് ഈ പറയുന്ന ടീമിന്റെ, ഏത് ടീമിന്റെയാണ്, ഇൻവെന്ററി മാനേജ്മെന്റ് ടീം. ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന സ്റ്റോക്ക് മാനേജ്മെന്റ് ടീം ഉണ്ടല്ലോ, ഇൻവെന്ററി മാനേജ്മെന്റ് ടീമിന്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അവിടെ വ്യക്തമാക്കുക എന്നുള്ളതാണ്. ക്ലിയർലി ഡിഫൈൻ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഇൻവെന്ററി മാനേജ്മെന്റ് ടീം. ഒരു ഹോസ്പിറ്റലിലെ ഇൻവെന്ററി മാനേജ്മെന്റ് ടീമിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫുകളുടെയും അവരുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി അവർ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക, വ്യക്തമാക്കുക. അവരുടെ റെസ്പോൺസിബിലിറ്റിക്ക് അനുസരിച്ചുകൊണ്ട് വേണം അവർ പ്രവർത്തിക്കാനായിട്ട്. പ്രോപ്പർ റെസ്പോൺസിബിൾ ആയിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടുത്തെ ഇൻവെന്ററി മാനേജ്മെന്റ് ശരിയായ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നോക്കുക കേട്ടോ. എവരിവൺ ഹൂസ് വർക്ക്, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹൂ ഓർഡർ ദ സപ്ലൈസ് ആരാണ് ഓർഡർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഹൂ ചെക്സ് ദ സ്റ്റോക്ക് ലെവൽ, ആരൊക്കെയാണ് സ്റ്റോക്ക് ലെവൽ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഹൂ ഹാൻഡിൽസ് ദ സ്റ്റോറേജ്, സപ്ലൈസ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ സ്റ്റോറേജ് ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഓരോ റെസ്പോൺസിബിലിറ്റീസും അവിടെ വ്യക്തമായിരിക്കണം. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. Everyone whose work involves a hospital supplies must have a strong understanding of his or her role in health care inventory management. അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ ഈ പറയുന്ന ഇൻവെന്ററി മാനേജ്മെന്റ് ടീമിൽ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അവരുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി, പ്രത്യേകിച്ച് ഇൻവെന്ററി മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് വ്യക്തമായിരിക്കണം. ഓക്കെ, whether they are cleaning the rooms. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഹൂ ഓർഡർ ദ സപ്ലൈസ് ആരാണ് ഓർഡർ കൊടുക്കേണ്ടത്. അതുപോലെ ഹൂ ഹാൻഡിൽസ് ഹൂ ചെക്സ് ദ സ്റ്റോക്ക് ലെവലുകൾ ആരൊക്കെയാണ് അത് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൂ ഹാൻഡിൽസ് ദ സ്റ്റോറേജ് റൂം ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ റെസ്പോൺസിബിലിറ്റീസ് ഓരോരുത്തർക്കും വ്യക്തമാക്കിയിരിക്കണം കേട്ടോ. അത് തന്നെയാണ് അവിടെ പറയുന്നത്. വെദർ ദേ ആർ ക്ലീനിങ് ദ റൂംസ്, അവര് റൂമുകൾ ക്ലീൻ ചെയ്യാറുണ്ടോ. എങ്ങനെയുള്ള റൂമുകള്, നമ്മൾ സപ്ലൈസ് വാങ്ങിക്കൊണ്ടുവന്നാല് അത് സ്റ്റോർ ചെയ്ത് വെക്കണം. ആ സ്റ്റോറേജ് റൂം എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടിരിക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ട് റൂമുകൾ ക്ലീൻ ചെയ്യുന്നുണ്ടോ. ഓർഡറിങ് സപ്ലൈസ് അവർ ഓർഡർ കൊടുക്കുന്നുണ്ടോ, ആരൊക്കെയാണ് സപ്ലൈസ് ഓർഡർ കൊടുക്കുന്നത്. അതുപോലെ ചെക്കിംഗ് ദ പർച്ചേസ് ഓർഡർ ഫോർ ആക്യുറസി, ആരൊക്കെയാണ് പർച്ചേസ് ഓർഡറിന്റെ
കൃത്യത പരിശോധിക്കേണ്ടത്. അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റീസ് അവിടെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. It is important that hospital staff members all understand what their role is and hold to provides to successful inventory management. നേരത്തെ പറഞ്ഞതാണ് എല്ലാ സ്റ്റാഫുകൾക്കും അവരുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഹോസ്പിറ്റലിലെ ഇൻവെന്ററി മാനേജ്മെന്റ് ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? നിങ്ങൾ പോയിന്റ് പഠിച്ചു വെക്കുക കേട്ടോ. അസൈൻ ടീം റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർ. മൂന്നാമത്തെ പോയിന്റ് നോക്കി, ഫ്രീക്വന്റ്ലി അനലൈസ് യൂസേജ് വേഴ്സസ് ഓർഡർ ഫ്രീക്വൻസി. ആ യൂസേജ് വേഴ്സസ് ഓർഡർ ഫ്രീക്വൻസി എന്നുള്ളത് മനസ്സിലാക്കുക. ഫ്രീക്വന്റ്ലി അനലൈസ് യൂസേജ് വേഴ്സസ് ഓർഡർ ഫ്രീക്വൻസി. അതായത് യൂസേജ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഹൗ ഓഫൺ ദ സപ്ലൈസ് ആർ യൂസ്ഡ്. നമ്മൾ ഈ സാധനങ്ങൾ എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ യൂസേജ് എപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓർഡർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഹൗ ഓഫൺ ദേ ഓർഡർ ദ സപ്ലൈസ്, എപ്പോഴൊക്കെയാണ് അവർ ഓർഡർ കൊടുക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങള് റെഗുലർ ആയിട്ട് അവിടെ എന്ത് ചെയ്തിരിക്കണം? അനലൈസ് ചെയ്തിരിക്കണം. അത് ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ത്? ഫ്രീക്വന്റ്ലി അനലൈസ് യൂസേജ് വേഴ്സസ് ഓർഡർ ഫ്രീക്വൻസി. യൂസേജ് മീൻസ് ഹൗ ഓഫൺ ദ സപ്ലൈസ് ആർ യൂസ്. നമ്മൾ എപ്പോഴൊക്കെ സപ്ലൈസുകൾ, സാധനങ്ങൾ നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്, എപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? അതുപോലെ തന്നെ ഓർഡർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഹൗ ഓഫൺ ദേ ഓർഡർ ദ സപ്ലൈസ്, എപ്പോഴൊക്കെയാണ് അവർ ഓർഡർ കൊടുക്കുന്നത്. അങ്ങനെയുള്ളത് റെഗുലർ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അതൊരു പ്രത്യേക റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തു പോകണം. ഈ യൂസേജ് വേഴ്സസ് ഓർഡർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് ഒരു കൃത്യമായിട്ടുള്ള റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം പോകാനായിട്ട്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇൻവെന്ററി മാനേജ്മെന്റ് ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്കത് വായിക്കാം. എന്നിട്ട് പറയാം, ദിസ് റേഷ്യോ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് നമ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് when it comes to efficient hospital inventory management. അതായത് നമുക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഇൻവെന്ററി മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നതിൽ ഈ പറയുന്ന നമ്പർ, ഈ പറയുന്ന റേഷ്യോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്നറിയോ? യു ഷുഡ് ബി ഷുവർ ദാറ്റ് യു നോ ഹൗ മച്ച് ഓഫ് എ സർട്ടൈൻ ഐറ്റം യു ആർ ഓർഡറിംഗ് പെർ വീക്ക്, മന്ത് ഓർ ക്വാർട്ടർ, കമ്പയർഡ് ടു ഹൗ മച്ച് ഓഫ് ദാറ്റ് ഐറ്റം യു ആർ യൂസിംഗ് ഇൻ ദ സെയിം കാലണ്ടർ. നമ്മളൊരു നിശ്ചിത സമയത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം നമ്മൾ എപ്പോഴൊക്കെയാണ് ഓർഡർ കൊടുക്കുന്നത്? ആഴ്ചയിലാണോ, മാസത്തിലാണോ, അതോ 3 മാസത്തിൽ ഒരിക്കലാണോ? അതുപോലെ അത് എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതാണ് യൂസേജ് വേഴ്സസ് ഓർഡർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലില് ഗ്ലൗസുകള് ഡെയിലി ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഗ്ലൗസുകള് ഡെയിലി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഴ്ച തോറും നമ്മളത് ഓർഡർ കൊടുക്കണം. കാരണം എന്താണ്? അത് ആവശ്യമുള്ളൊരു സാധനമാണ്. ഡെയിലി അത് ഗ്ലൗസുകൾ ഉപയോഗിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആഴ്ച തോറും നമ്മൾ ഗ്ലൗസിനുള്ള ഓർഡർ കൊടുക്കണം. അങ്ങനെ ഓർഡർ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കാര്യം ഇത് അത്രയും യൂസേജ് ഉള്ള ഒരു സാധനമാണ്, അല്ലെ? ആ ഒരു ഹോസ്പിറ്റലിൽ ഡെയിലി ഉപയോഗപ്പെടുത്തുന്ന ഒരു സാധനമാണ് ഗ്ലൗസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ച തോറും അതിന് ഓർഡർ കൊടുക്കണം. നമ്മൾ ആഴ്ച തോറും ഓർഡർ കൊടുക്കാതെ വല്ല മാസത്തിലോ 3 മാസത്തിലൊരിക്കലോ ഓർഡർ കൊടുത്താൽ എന്ത് സംഭവിക്കും? അവിടെ ഷോർട്ടേജ് വരും. നമുക്ക് ഗ്ലൗസ് കിട്ടാനില്ലാത്തൊരവസ്ഥയാണ്, അവിടെ ഷോർട്ടേജ് വരും. ഇനി അതേസമയം ഗ്ലൗസുകളുടെ ഉപയോഗം അവിടെ കുറവാണെന്നിരിക്കട്ടെ, ആ ഹോസ്പിറ്റലിലെ ഗ്ലൗസുകളുടെ ഉപയോഗം കുറവാണെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ ഒരു മാസത്തിലോ അല്ലെങ്കിൽ ഒരു ക്വാർട്ടറിലോ 3 മാസത്തിലൊരിക്കലൊക്കെ എന്ത് ചെയ്താൽ മതി? ഗ്ലൗസിനുള്ള ഓർഡർ കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴത്തെ ഒരു പ്രയോജനം എന്താണ്? അധികം ഉപയോഗിക്കാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? ഒരുപാട് നമ്മൾ ഓർഡർ കൊടുക്കേണ്ട കാര്യമില്ല. കൂടുതൽ ഓർഡർ കൊടുത്ത് കൂടുതൽ സാധനങ്ങൾ തന്നാലും നമ്മളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് അത്രയും അവിടെ വേസ്റ്റ് വരും, അല്ലെ? അപ്പോ ഈ ഒരു റേഷ്യോന് അത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. യൂസേജ് വേഴ്സസ് ഓർഡർ ഫ്രീക്വൻസി. നമ്മൾ എത്രത്തോളം ആ ഒരു പെർട്ടിക്കുലർ ഐറ്റം ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴൊക്കെയാണ് അത് ഓർഡർ ചെയ്യേണ്ടത്, ആ ഒരു റേഷ്യോ എപ്പോഴും പ്രോപ്പർ ആയിട്ട് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഒരുപാട് വേസ്റ്റ് വരും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായ ഒരു ഷോർട്ടേജ് അനുഭവപ്പെടും. ഓക്കെ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു റിസൾട്ട് ആണ്. ആ റേഷ്യോ പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടാവുന്നത്. ഷോർട്ടേജ് വരും, അല്ലെങ്കിൽ വേസ്റ്റ് ആണ് വരിക. ഓക്കെ, അതോടെ പറയുന്നുണ്ട്, if the numbers don't match, you could have a situation in which you have too little or too much product. ഒന്നുകിൽ നമുക്ക് ഒട്ടും പ്രോഡക്റ്റ് ഇല്ലാത്ത അവസ്ഥ, ഷോർട്ടേജ് വരും, അല്ലെങ്കിൽ ടൂ മച്ച് പ്രോഡക്റ്റ് ആവും. ഒരുപാട് വന്നു കഴിഞ്ഞാൽ വേസ്റ്റ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഓക്കെ,
Making regular adjustments to your ordering patterns based on the result of this analysis is best practice. അപ്പൊ നമ്മള് ഈ ഒരു നമ്പറിനെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓർഡറിംഗ് പാറ്റേൺസിൽ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ മനസ്സിലായോ? ഫ്രീക്വന്റ്ലി അനലൈസ് യൂസേജ് വേഴ്സസ് ഓർഡർ ഫ്രീക്വൻസി. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ, അടുത്ത പോയിന്റ് ഇതാണ്, ഓർഗനൈസ് ദ സപ്ലൈ റൂം മോർ എഫിഷ്യന്റ്ലി. നമ്മുടെ സപ്ലൈ റൂം ഉണ്ടല്ലോ, സപ്ലൈ റൂം എന്ന് പറയുമ്പോൾ നമ്മുടെ സാധനങ്ങളും മറ്റും വാങ്ങിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന റൂം ഉണ്ടല്ലോ, അത് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോറേജ് റൂം എപ്പോഴും എന്തായിരിക്കണം, അറേഞ്ച് ദ സ്റ്റോറേജ് റൂം നീറ്റ്ലി, അല്ലെ? നമ്മുടെ സ്റ്റോറേജ് റൂം വളരെ വൃത്തിയായിരിക്കണം. നമ്മൾ എന്തുകൊണ്ട് വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്യണമെന്ന് പറയാൻ കാരണം, വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സാധനങ്ങൾക്ക് ചിലപ്പോൾ ഡാമേജ് വരും, ഒരുപാട് നഷ്ടം സംഭവിക്കും, അല്ലെ? സ്റ്റോക്ക് മാനേജ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെ? നമുക്ക് അധികം പണനഷ്ടം വരാതെ അല്ലെങ്കിൽ വേസ്റ്റ് വരാത്ത രീതിയിൽ നമുക്ക് ഇൻവെന്ററി മാനേജ്മെന്റ് നടത്തണം. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓർഗനൈസ് ദ സപ്ലൈ റൂം മോർ എഫിഷ്യന്റ്. കുറെ കൂടി എഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ സപ്ലൈ റൂം ഓർഗനൈസ് ചെയ്യാറുള്ളത്. വായിക്കാം. We all have that closet in our facility that slips through the cracks, but a messy hospital supply area can be a serious hindrance to the healthcare inventory management. ഇവിടെ ക്ലോസറ്റ് ക്ലീനിങ് ഉദ്ദേശിക്കുന്നത് is the small space or room ആണ് കേട്ടോ, to store the things. സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സ്മോൾ സ്പേസ്, സ്മോൾ റൂം ഉണ്ടല്ലോ, അതിനെയാണ് ഇവിടെ ക്ലോസറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതൊരു ഹോസ്പിറ്റലിലും നമ്മൾ വാങ്ങുന്ന സാധന സാമഗ്രികളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ടായിരിക്കണം. അത് വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഒരു ഹോസ്പിറ്റലിന് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കും. ഒരു ഹോസ്പിറ്റലിൽ വളരെ അലക്ഷ്യമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ഈ സപ്ലൈസുകൾ ഓർഗനൈസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റിന് വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കും. നമുക്ക് ഒത്തിരി റവന്യൂ അവിടെ നഷ്ടപ്പെടും, വരുമാനം അവിടെ നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, from lost revenue due to misplaced supplies, to not having an ability to tell how much of a certain item available. അല്ലെ, നമ്മളിപ്പോ ശരിയായ രീതിയിൽ ഓർഗനൈസ് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് പണനഷ്ടം വരുന്നത് മാത്രമല്ല, ഓരോ ഐറ്റം നമുക്ക് ഉണ്ടോ ഇല്ലയോ, സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാനായിട്ട് സാധിക്കില്ല, അല്ലെ? But this organization is a bad situation for any supply room or process. It is best to organize your supplies in a linear fashion so that the most useful tools are easy to find. അപ്പൊ നമ്മൾ എങ്ങനെ വേണം സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യാനായിട്ട് അവിടെ പറയുന്നുണ്ട്, അല്ലെ? It is best to organize your supplies in a linear fashion. Linear fashion ഇവിടെ ഉദ്ദേശിക്കുന്നത് അർത്ഥം എന്താണ്? Arrange the supplies neatly. അത്രയേ ഉള്ളൂ. വളരെ നീറ്റ് ആയിട്ട്, വളരെ വൃത്തിയായിട്ട്, വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വേണം നമ്മൾ സപ്ലൈസുകൾ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. അതുപോലെ സോ ദാറ്റ് ദ മോസ്റ്റ് യൂസ്ഡ് ടൂൾസ് ആർ ഈസി ടു ഫൈൻഡ്. അതായത് മോസ്റ്റ് യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് എപ്പോഴും പ്ലേസ്ഡ് ഇൻ ദ ഫ്രണ്ട്, അല്ലെ? എപ്പോഴും കൂടുതൽ ഉപയോഗം വരുന്ന വസ്തുക്കൾ നമ്മൾ ഫ്രണ്ടിലായിട്ട് എപ്പോഴും അറേഞ്ച് ചെയ്ത് വെക്കാം. ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഐറ്റംസുകൾ നമ്മൾ ബാക്കിലൊന്നും കൊണ്ടുവച്ചിട്ടില്ല, എപ്പോഴും നമ്മൾ ഫ്രണ്ടിൽ തന്നെ വെക്കാം. അതുപോലെ തന്നെ if you want to reduce the amount of wasted material, try placing product that will expire the soonest towards the front. അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പെട്ടെന്ന് എക്സ്പയർഡ് ആവുന്ന പ്രോഡക്റ്റുകൾ ഉണ്ടാവില്ല, പെട്ടെന്ന് എക്സ്പയർഡ് ആവുന്ന ഐറ്റംസുകൾ നമ്മൾ എപ്പോഴും ഫ്രണ്ടിൽ പ്ലേസ് ചെയ്ത് അത് ആദ്യം നമ്മൾ ഉപയോഗിച്ച് തീർക്കുക. അത് ഉപയോഗിച്ച് തീർക്കുന്നതിലൂടെ നമുക്കത് അതിന്റെ വേസ്റ്റേജ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ when organizing your supplies this way, they can be used first. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് ഇൻവെന്ററി മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലാസ് ബോറായിട്ട് തോന്നുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. അടുത്ത പോയിന്റ് ഇതാണ്, കൺസിഡർ ന്യൂ ഹോസ്പിറ്റൽ ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നോളജി. അതായത് നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റിനായിട്ട് നല്ലൊരു എന്താ പറയാ, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള
ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നോളജികള് ടൂളുകളൊക്കെ ഉപയോഗപ്പെടുത്തുക. ദാറ്റ് മീൻസ് ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെയുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടെക്നോളജി, കമ്പ്യൂട്ടർ സിസ്റ്റങ്ങള്, സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെന്ററി മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം കേട്ടോ. സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാം ടു ട്രാക്ക് ഇൻവെന്ററി ട്രാക്ക് ചെയ്യാനായിട്ട് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം. ബാർകോഡ് സ്കാനിങ്, അതൊക്കെ പുതിയ ടെക്നോളജിയിൽ വന്ന കാര്യമാണ് അല്ലെ. ബാർകോഡ് സ്കാനിങ്, അതുപോലെ തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള അലർട്ടുകൾ കൊടുക്കും. പുറത്തെ ലോവസ്റ്റ് സ്റ്റോക്ക് കുറയുന്ന സമയത്ത് ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് അലർട്ട് തരുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തും. അങ്ങനെയുള്ള വളരെ അങ്ങനെയുള്ള മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് മാനേജ്മെന്റ് ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ പറയുന്നത്. Think about the type of inventory management tools you are using from software to computer equipment. നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ആൻഡ് ടെക്നോളജീസ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ സംവിധാനങ്ങളും കമ്പ്യൂട്ടർ എക്യുപ്മെന്റ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തുക അല്ലെ. Are they meeting all of your needs? Sit down with your management team and identify the biggest issues you experience in your ഇൻവെന്ററി മാനേജ്മെന്റ് അല്ലെ. അപ്പൊ അത് നമ്മുടെ ആവശ്യകതകളെ മീറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാനേജ്മെന്റ് ടീമായിട്ട് ആലോചിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെന്ററി മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയാം. അതുപോലെ തന്നെ does your current software offer a solution? നിലവിലെ സോഫ്റ്റ്വെയർ നമുക്കൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അതുപോലെ good a new type of software on the market better manage your major problems. പുതിയ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ നമ്മുടെ പ്രോബ്ലംസിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക. Then finding the limitations in your technology is a good way of determining if you are using the software correctly അല്ലെ. അതുപോലെ തന്നെ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ടെക്നോളജിയിൽ തന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ, പരിമിതികൾ ഉണ്ടോ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ സോഫ്റ്റ്വെയറിനെ കുറെ കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. If purchasing a new technology is necessary or if new procedures need to be created, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുതിയ ടെക്നോളജി സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കണോ, അല്ലെങ്കിൽ അതിനുവേണ്ടി പുതിയ പ്രൊസീജിയറുകൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞ എന്താണ്? ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നോളജി ടൂൾസുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം, സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിക്കാം ഇൻവെന്ററി സ്റ്റോക്ക് എന്താ പറയാ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ബാർകോഡിംഗ് സ്കാനിങ്, പിന്നെ സ്റ്റോക്ക് കുറയുന്ന സമയത്ത് ഓട്ടോമേറ്റഡ് ആയിട്ട് അലർട്ട് സംവിധാനങ്ങൾ, അത്തരത്തിലുള്ള ടെക്നോളജികളൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട് കേട്ടോ. ഓക്കെ, ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് ഇംപ്രൂവ് റെക്കോർഡ് കീപ്പിംഗ് കേട്ടോ. റെക്കോർഡ് കീപ്പിംഗ് ഇംപ്രൂവ് ചെയ്യുക. എന്തുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡാണ്? ഇൻവെന്ററി മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകള്. അത് നേരത്തെ സ്റ്റോക്ക് ലെക്ചർ ഒക്കെ പറഞ്ഞില്ലേ, അത്തരത്തിലുള്ള റെക്കോർഡുകള് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് മറ്റൊരു കാര്യം. നോക്കുക, ഇഫ് യു ആർ നോട്ട് യൂസിംഗ് വൺ ഓൾറെഡി യു മേ കൺസിഡർ അഡോപ്റ്റിംഗ് എ മോർ സൊഫിസ്റ്റിക്കേറ്റഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം with a forecasting feature to determine how many supplies you have in stock compared to what kind of demand you will have in the future. മനസ്സിലായോ? അതായത് നമ്മളിപ്പോ റെക്കോർഡ് കീപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ പേപ്പർ റെക്കോർഡുകൾ മാത്രമല്ല, പേപ്പർ റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. ഡിജിറ്റൽ സംവിധാനങ്ങൾ അല്ലെ, ഡിജിറ്റലി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, സോഫ്റ്റ്വെയർ ആണ് അല്ലെ, ഹോസ്പിറ്റൽ സ്റ്റോക്ക് ലെഡ്ജർ എന്നതുപോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്രത്തോളം സപ്ലൈസ് ആവശ്യമുണ്ട് അല്ലെ, സപ്ലൈസിന്റെ ആ ഒരു സ്റ്റോക്ക് ലെവലും ഫ്യൂച്ചർ ഡിമാൻഡ്സ്, നമ്മുടെ ഫ്യൂച്ചറിലെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എത്രത്തോളം സ്റ്റോക്ക് നമ്മൾ എടുക്കണം, നിലവിൽ എത്ര സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം അല്ലെ, കമ്പയർ ചെയ്യാം. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകളൊക്കെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്തു പോകാം കേട്ടോ. അതുപോലെ തന്നെ also remember to think about how accurate your inventory records are. അതുപോലെ നമ്മുടെ ഇൻവെന്ററി റെക്കോർഡുകൾ എല്ലാം തന്നെ ആക്യുറേറ്റ് ആണ്, കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ എന്താണ്? they should be frequently reviewed to ensure that there are no errors. അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം റെക്കോർഡുകൾ റിവ്യൂ ചെയ്യണം. പ്രത്യേകിച്ച് എററുകളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്
നമ്മൾ ഈ പറയുന്ന റെക്കോർഡുകൾ ഫ്രീക്വന്റ് ആയിട്ട് റിവ്യൂ ചെയ്തിരിക്കണം. വിച്ച് ക്യാൻ കോസ് സീരിയസ് ചാലഞ്ചസ് ഫോർ ഹോസ്പിറ്റൽ സപ്ലൈ മാനേജ്മെന്റ്. അതായത് നമ്മള് എററൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഡാറ്റകളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് അതില് പോയിരിക്കണം. റെക്കോർഡുകളൊക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതിലൊക്കെ എററുകൾ വന്നു കഴിഞ്ഞാല് രക്ഷകൾ വന്നു കഴിഞ്ഞാല് അത് ഹോസ്പിറ്റലിന്റെ ഇൻവെന്ററി മാനേജ്മെന്റിന് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. കേട്ടോ, ശരിയായ രീതിയിൽ എററുകളൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് തന്നെ ഈ പറയുന്ന റെക്കോർഡുകളൊക്കെ റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ റെക്കോർഡ് പ്രോപ്പർ റെക്കോർഡ് കീപ്പിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോക്ക് മാനേജ്മെന്റ് അഥവാ ഇൻവെന്ററി മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. Then seventh one, last and final point എന്ന് പറഞ്ഞാല് അഡോപ്റ്റ് എ ലീൻ സ്ട്രാറ്റജി. ഇതാണ് അഡോപ്റ്റ് എ ലീൻ സ്ട്രാറ്റജി. ലീൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നത്. എന്താണ് ലീൻ സ്ട്രാറ്റജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊരു മാനേജ്മെന്റ് ഫിലോസഫിയാണ്. ദാറ്റ് മീൻസ് നമ്മൾ പരമാവധി എന്താണ് മണി, അതായത് പൈസ സേവ് ചെയ്തുകൊണ്ട് പരമാവധി മണി സേവ് ചെയ്തുകൊണ്ട് അതുപോലെ വേസ്റ്റ് കുറച്ച് ഉൽപാദനക്ഷമത കൂട്ടിയിട്ട് നമ്മൾ ആ രീതിയിൽ നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റ് ചെയ്യില്ലേ, അതിനെയാണ് ലീൻ സ്ട്രാറ്റജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേട്ടോ, ലീൻ സ്ട്രാറ്റജി ഇതൊരു മാനേജ്മെന്റ് ഫിലോസഫിയാണ്. കേട്ടോ, പരമാവധി പൈസ കുറച്ച് അതുപോലെ വേസ്റ്റ് കുറച്ച് പ്രൊഡക്ടിവിറ്റി കൂട്ടി നമ്മൾ ആ ഒരു സ്റ്റോക്ക് ഒക്കെ മാനേജ് ചെയ്ത് പോകുന്ന ആ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് ലീൻ സ്ട്രാറ്റജി. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ലീൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാന്നുള്ളതാണ് മറ്റൊരു മാർഗം. നമുക്ക് കേട്ടോ, your inventory management has cost outside of the supply purchase itself. There are many factors to be considered in price. അതായത് നമ്മൾ ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പർച്ചേസിംഗ് കോസ്റ്റിനെ മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് പർച്ചേസിംഗ് കോസ്റ്റിന് അപ്പുറത്തേക്ക് മറ്റു പല കോസ്റ്റുകളുണ്ട് അല്ലെ. നമ്മൾ വെറുതെ പർച്ചേസിംഗിന്റെ കോസ്റ്റ് മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അതിനപ്പുറത്തേക്ക് മറ്റു പല കോസ്റ്റുകളുണ്ട്. എന്തൊക്കെ കോസ്റ്റുകളാണെന്ന് നോക്കിയേ, അതെല്ലാം തന്നെ നമ്മൾ പരിഗണിക്കണം. ഇങ്ങനെയുള്ള കോസ്റ്റുകളാണ് ഫോർ എക്സാമ്പിൾ മൂവ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കോസ്റ്റ്. മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തിന്റെ മൂവ്മെന്റ്സ് ആണ്? ഈ പറയുന്ന മൂവ്മെന്റ്സ് ഓഫ് ഗുഡ്സ്, സപ്ലൈസ്, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ്, അവരും അതിൽ ഉൾപ്പെടുന്നു അതിന്റെ മൂവ്മെന്റ്സും. അതുപോലെ തന്നെ മാനേജ്മെന്റ് കോസ്റ്റ്, അതായത് ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദ മാനേജ്മെന്റ് ഫോർ ദീസ് റിസോഴ്സസ്. നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സുകളെയൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യുന്നതിന് നമുക്ക് വേണ്ടി വരുന്ന കോസ്റ്റുകൾ, മൂവ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട കോസ്റ്റുകൾ, അതുപോലെ എക്സ്പയർഡ് പ്രോഡക്റ്റ്, എക്സ്പയർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അത് ഡിസ്പോസ് ചെയ്യുന്നതിനായിട്ടുള്ള കോസ്റ്റ്, അതുപോലെ എക്സസ് സപ്ലൈസ്, നമ്മൾ ആവശ്യത്തിന് കൂടുതൽ സപ്ലൈസുകൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വേസ്റ്റ് ആവും അല്ലെ. അതുപോലെ തന്നെ പർച്ചേസ് പ്രൈസ് വാരിയൻസ്. പർച്ചേസ് പ്രൈസ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോസ്റ്റും അതുപോലെ ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. നമ്മൾ ഒരു സാധനത്തിന് ഓർഡർ കൊടുക്കുമ്പോൾ അതിന്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ. ഇങ്ങനെയുള്ള എല്ലാ കോസ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്തിരിക്കണം. അതായത് എന്ത് മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, പർച്ചേസിംഗ് കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്തിട്ട് കാര്യമില്ല. ബാക്കി ഈ പറയുന്ന എല്ലാ കോസ്റ്റുകളും, കോസ്റ്റ് associated with the movements of goods, supplies, human resources, അതുപോലെ മാനേജ്മെന്റ് കോസ്റ്റ്, that is cost regarding the management for these resources, expired പ്രോഡക്റ്റുകൾ, എക്സസ് സപ്ലൈസ്, പർച്ചേസ് പ്രൈസ് വാരിയൻസ്, ഇങ്ങനെയുള്ള എല്ലാ കോസ്റ്റുകളും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണം. A better understanding of your cost can in turn save you money. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് പണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയോ, implementing a lean supply chain will ensure that you have the right number of supplies at the right place when and where you need them. Underline ചെയ്തു കേട്ടോ. അപ്പോ നമ്മൾക്ക് ഈ പറയുന്ന ലീൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? യു ഹാവ് ദ റൈറ്റ് നമ്പർ ഓഫ് സപ്ലൈസ് അറ്റ് ദ റൈറ്റ് പ്ലേസ് when and where you need them. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസിന് ആവശ്യമായ സ്ഥലത്ത് ആവശ്യമുള്ള സമയത്ത് നമുക്കത് കൃത്യമായിട്ട് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇങ്ങനെയുള്ള ലീൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ ശരിയായ സാധനങ്ങള് ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് നമുക്ക് എത്തിക്കാനും അതിന്റെ അവൈലബിലിറ്റി നമുക്ക് ഉറപ്പുവരുത്താനും സാധിക്കും കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. In 2016, Candwell Memorial Hospital in North Carolina, for instance, reported that it is saved 2.62 million over 2 months with a lean strategy. So,
2017 ഏത് ഹോസ്പിറ്റലാണ് നോർത്ത് കരോലിനയിലെ കാൽഡിവൽ മൊറിയൽ ഹോസ്പിറ്റൽ. അവിടെ ഇങ്ങനെയുള്ളൊരു ലീൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2.62 മില്യൺ, അതും എന്താണ് 2 മാസം കൊണ്ട് 2.62 മില്യൺ എന്താ പറയാ മണി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, സേവ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റേയിങ് ഇൻ കൺട്രോൾ ഓഫ് ഇൻവെന്ററി at any kind of healthcare facility requires attention to detail and a good eye for ways that management techniques can be completed more efficient. അപ്പൊ നമുക്ക് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയില് ഇൻവെന്ററി കൺട്രോള് നമുക്ക് ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ മാനേജ്മെന്റ് ടെക്നിക്കുകളെ പറ്റിയിട്ട് ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് ഇപ്പൊ നമ്മൾ 7ഓളം മെത്തേഡുകൾ പറഞ്ഞു അല്ലെ, 7ഓളം മെത്തേഡുകൾ നമ്മൾ പറഞ്ഞു. അതുപോലെ be sure to employ these and other tips that can help you spend less money on ordering new hospital supplies while wasting less of the supplies that you order because of mistakes with inventory management that could have been prevented. വേറൊന്നും അല്ല കേട്ടോ, നമ്മൾ ഈ പറയുന്ന ടൂൾസും ടിപ്സുകളൊക്കെ ഉപയോഗിക്കാം. പരമാവധി പൈസ കുറച്ചുകൊണ്ട് വേസ്റ്റ് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇതിന് പുറമെ എന്തൊക്കെ ടിപ്സുകൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ജനറൽ ആയിട്ടുള്ള കാര്യമാണ് ആ ഒരു കാര്യത്തിൽ പറഞ്ഞത്. ഇത്ര നേരം നമ്മൾ പഠിച്ചത് എങ്ങനെ അല്ലെ, അതായത് നമ്മൾ പറഞ്ഞത് ഹൗ ഡസ് ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ സ്റ്റോക്ക് അല്ലെ, ഹോസ്പിറ്റൽ എപ്രകാരമാണ് അതിന്റെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനായിട്ട് 7 മെത്തേഡുകളാണ് ശരിയായ രീതിയിൽ ഒരു ഹോസ്പിറ്റൽ ഇൻവെന്ററി മാനേജ്മെന്റ് ചെയ്യുന്നതിന് 7 മെത്തേഡുകളാണ് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ്, കളക്ട് ദ ഡാറ്റ ഫ്രം സപ്ലൈ ചെയിൻ. സെക്കൻഡ്, അസൈൻ റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർലി. തേർഡ്, ഫ്രീക്വന്റ്ലി അനലൈസ് ദ യൂസേജ് വേഴ്സസ് ഓവർ ഫ്രീക്വൻസി. പിന്നെ fourth one, organize the supply room more efficiently. Fifth, consider new hospital inventory management technology. And sixth, improve record keeping. Seventh one, adopt a lean strategy. Okay, പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കി, ആ 7 പോയിന്റുകളും ഒന്ന് വായിച്ചു നോക്കി. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കിട്ടിയോ നോക്കി. ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ക്ലിയർ? നിങ്ങൾ ആ പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഒരു പോയിന്റിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതും ക്ലിയർ ആക്കി വെക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ളത് ഹൗ ഡു യു മെയിൻറ്റെയിൻ എ സ്റ്റോക്ക്. നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഹോസ്പിറ്റലിന്റെ കാര്യമായിട്ടല്ല കേട്ടോ പറയുന്നത്, ജനറൽ ആയിട്ട്. ഓക്കെ, ഇങ്ങനെ നമുക്കൊരു സ്റ്റോക്ക് ഇപ്രകാരം മെയിൻറ്റെയിൻ ചെയ്യണം. അതിന്റെ ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നോക്കാം. ഗുഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് വിൽ ഹെൽപ്പ് യു മെയിൻറ്റെയിൻ ദ റൈറ്റ് ലെവൽ ഓഫ് സ്റ്റോക്ക് ടു മീറ്റ് ദ കസ്റ്റമർ ഡിമാൻഡ്. നമ്മൾ ശരിയായ രീതിയിൽ സ്റ്റോക്ക് മാനേജ്മെന്റ്, ശരിയായ രീതിയിൽ നമ്മൾ സ്റ്റോക്ക് മാനേജ് ചെയ്യുന്നതിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡുകൾ നിറവേറ്റുന്ന തലത്തില് ആ ഒരു സ്റ്റോക്ക് ലെവലൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഓവർ സ്റ്റോക്ക് ആവാതെ അണ്ടർ സ്റ്റോക്ക് ആവാത്ത രീതിയിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. വെൻ യു ആർ മാനേജിങ് യുവർ സ്റ്റോക്ക്, നിങ്ങളൊരു സ്റ്റോക്ക് മാനേജ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം? 3 കാര്യങ്ങൾ അവിടെ പറയുന്നത്, 3 പോയിന്റുകളാണ് കേട്ടോ, അവിടെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. കൺസിഡർ
ക്വാണ്ടിറ്റീസ്. അതിന്റെ ലക്ഷ്യം ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ ഹൗ മച്ച് സ്റ്റോക്ക് യു ഹാവ് അല്ലെ, ഹൗ മച്ച് സ്റ്റോക്ക് യു ഹാവ്, നിങ്ങൾക്ക് എത്രത്തോളം സ്റ്റോക്ക് നിങ്ങൾക്കുണ്ട് അല്ലെ, ക്വാണ്ടിറ്റി. രണ്ടാമത്തത് സെയിൽസ് അല്ലെ, സെയിൽസ് എന്ന് വെച്ചാൽ ഹൗ ഫാസ്റ്റ് ദ സ്റ്റോക്ക് ഈസ് സെല്ലിംഗ്, സ്റ്റോക്ക് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് സെല് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ്, അതായത് സ്പേസ് ആൻഡ് കപ്പാസിറ്റി ടു ഹോൾഡ് ദ സ്റ്റോക്ക്, ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാനുള്ള സ്പേസും കപ്പാസിറ്റിയും എത്രത്തോളം ഉണ്ട്. ഈ പറയുന്ന 3 കാര്യങ്ങളെയാണ് നമ്മൾ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. 1 ക്വാണ്ടിറ്റി, 2 സെയിൽസ്, 3 സ്റ്റോറേജ്. ക്വാണ്ടിറ്റി മീൻസ് ഹൗ മച്ച് സ്റ്റോക്ക് യു ഹാവ്, നിങ്ങൾക്ക് എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്. പിന്നെ സെയിൽസ്, ഹൗ ഫാസ്റ്റ് ദ സ്റ്റോക്ക് ഈസ് സെല്ലിംഗ്, എത്രത്തോളം വേഗത്തിൽ സ്റ്റോക്ക് സെല്ലായി പോകുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ്, ദാറ്റ് മീൻസ് സ്പേസ് ആൻഡ് കപ്പാസിറ്റി ടു സ്റ്റോക്ക് അല്ലെ, ഹോൾഡ് ദ സ്റ്റോക്ക്. നമുക്ക് സ്റ്റോക്ക് എന്തോരം നമ്മുടെ കയ്യിലുണ്ട് നോക്കണം. നമ്മൾ വെക്കുന്ന സ്റ്റോക്കിൽ എത്രത്തോളം സെല് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ, വളരെ ഫാസ്റ്റ് ആയിട്ട് സെല് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്യണം അല്ലെ. അതേസമയം പെട്ടെന്ന് അതിന് സെല്ലിംഗ് ഒന്നും ഇല്ലാത്ത പ്രോഡക്റ്റുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോക്ക് ലെവൽ കുറച്ച് നിർത്തുക അല്ലെ. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് അത് സ്റ്റോറേജിന് പ്രധാനപ്പെട്ടതാണ്. സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഡാമേജ് വരാത്ത രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി കൂടെ അവിടെ ഉണ്ടായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്താ സ്റ്റോറേജ് കപ്പാസിറ്റി ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാല് സാധനങ്ങൾക്ക് ചിലപ്പോൾ കേടുപാട് വരും. അങ്ങനെ കേട് വന്ന് നമുക്ക് കുറെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് പണനഷ്ടം ഉണ്ടാകും. പിന്നെ സാധനങ്ങൾ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് പോകും. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് വരും കേട്ടോ. അപ്പൊ ഇഫ് യു ഹാവ് എ സ്ലോ മൂവിങ് സ്റ്റോക്ക്, അപ്പൊ സ്റ്റോക്ക് വളരെ ചെറിയ രീതിയിലാണ് മൂവ്മെന്റ്സ് ഉള്ളൂ, അതായത് കാര്യമായിട്ട് സെല്ലിംഗ് ഒന്നും ആവാത്ത പ്രോഡക്റ്റുകൾ സ്റ്റോക്കാണ്, അങ്ങനെയുള്ള സ്റ്റോക്കുകളാണെങ്കിൽ കൺസിഡർ റിഡ്യൂസിംഗ് യുവർ സ്റ്റോക്ക് ലെവൽസ് ബൈ റിട്ടേണിംഗ് ഐറ്റംസ് ടു സപ്ലൈസ്. അപ്പൊ നമ്മൾ സ്റ്റോക്ക് ലെവൽ കുറച്ച് വെക്കാം. കൂടുതൽ ഡിമാൻഡുള്ള സാധനങ്ങളാണെങ്കിൽ കൂടുതൽ നമ്മൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യണം. കുറച്ച് ഡിമാൻഡുള്ള ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ സ്റ്റോക്ക് ലെവൽ കുറഞ്ഞ രീതിയിൽ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? 3 പോയിന്റ് ഓർക്കണം കേട്ടോ. ക്വാണ്ടിറ്റി, സെയിൽസ് ആൻഡ് സ്റ്റോറേജ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതോട് കൂടിയിട്ട് നമ്മുടെ ആ വലിയ ചാപ്റ്റർ കഴിയാണ് കേട്ടോ. അപ്പൊ മെറ്റീരിയൽസ് മാനേജ്മെന്റ് കേട്ടോ. ആ ചാപ്റ്ററിനകത്ത് ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇന്റേണൽ ഓഡിറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റിന്റെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അതിന്റെ ആ ഒരു പ്രൊസീജിയറും പ്രോസസ്സുകളൊക്കെ ക്ലിയർ ആണ് കേട്ടോ. പിന്നെ നമ്മൾ പർച്ചേസ് ഓർഡർ എന്താന്ന് പഠിച്ചു അല്ലെ, അതിന്റെ മോഡലുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് സ്റ്റോക്ക് രജിസ്റ്ററിനെ പറ്റിയിട്ടാണ്. ഷെയർ സ്റ്റോക്ക് രജിസ്റ്ററും അതിനകത്ത് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻവെന്ററി സ്റ്റോക്ക് രജിസ്റ്ററിനെ പറ്റിയിട്ട് അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെയാണോ ഈ ചാപ്റ്റർ? ക്ലിയർ ആണോ? അപ്പോ നമുക്ക് 6th മൊഡ്യൂളില് ഈ ചാപ്റ്റർ തീർന്നു കേട്ടോ. പിന്നെ എനിക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് 7th മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് കേട്ടോ. 7th മൊഡ്യൂളിലേക്ക് നോക്കാം കേട്ടോ. 7th മൊഡ്യൂള് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നു കേട്ടോ. സെവൻത് മൊഡ്യൂളില് എനിക്ക് 2 ചാപ്റ്റേഴ്സ് ആണ് എടുക്കാനുള്ളത് കേട്ടോ. ഒന്ന് ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ കേട്ടോ. പിന്നെ ഒരു എത്തിക്സും ലോകളൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്. ആ 2 ചാപ്റ്ററുകളാണ് എനിക്ക് 7th മൊഡ്യൂളിൽ എടുക്കാനുള്ളത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ ആണ്. ഇത് എടുക്കുന്നില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അത് തുടങ്ങാം. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, പഠിക്കാനൊക്കെ വളരെ കുറച്ചുള്ള നമുക്ക് അറിയാവുന്ന ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഡിപ്ലോമയിലെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ പഠിച്ചില്ലേ, നോസോകോമിയൽ ഇൻഫെക്ഷൻ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതിന്റെ തന്നെ ഒരു കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മൾ അതിന്റെ കുറെ ട്രാൻസ്മിഷനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കുറച്ചും കൂടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്
ചില രോഗങ്ങളെ പറ്റിയിട്ട് എടുത്തു പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. വേറെ അഡീഷണൽ ആയിട്ടൊന്നും വേറെ അതിനകത്ത് പഠിക്കാനൊന്നുമില്ല. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ. പിന്നെ ലീഗൽ ഇഷ്യൂസ് ലോകളായിട്ട് ബന്ധപ്പെട്ട എത്തിക്സ്, നമ്മുടെ ഡിപ്ലോമയിൽ എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചില്ലേ? അതിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷനും ആണ് വേറൊരു ചാപ്റ്റർ കൂടി വരുന്നുണ്ട്. ഈ 2 ചാപ്റ്ററാണ് എനിക്ക് എടുക്കാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം, തുടങ്ങാം കേട്ടോ. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലാസ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോ ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ചോദിക്കാറില്ല. ക്ലാസ് തുടങ്ങുമ്പോ ഓൾറെഡി നമ്മൾ ക്ലാസ് എടുക്കണം. നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെ ക്ലാസ്സുകളൊക്കെ അങ്ങനെയാണ്. വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഉണ്ടാവില്ല. വരിക, ഓൾമ്യൂട്ട് ചെയ്യുക, ക്ലാസ് എടുക്കുക, ലാസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ച് ഇത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷെ അങ്ങനെ നോക്കണ്ട. നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ ബോറടിക്കുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ നമുക്ക് ക്ലാസ് പോവാം കേട്ടോ. ഓക്കെ. ഓക്കെ ആണല്ലോ? വൈൻഡപ്പ് ചെയ്യാലോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 7th മൊഡ്യൂൾ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.